ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് കർക്കിടക മാസം 11-ാം തീയതി, അതായത് 2017 ജൂലൈ മാസം 27-ാം തീയതി. ഇന്ന് വ്യാഴാഴ്ചയാണ്, ഉത്രമാണ് നക്ഷത്രം. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. 40 വർഷത്തിലധികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള സർവോപരി നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പറഞ്ഞു തരികയും ഒരു ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ ഉപദേശിച്ചു തരികയും ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥനെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് സന്തോഷപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ശ്രീമാൻ ശർമാജി ഷൊർണൂരിൽ നിന്ന് ശ്രീജ എഴുതുന്നു. വിവാഹം കഴിഞ്ഞു 3 വർഷമായി, കുട്ടികളായില്ല. 1.5 വർഷമായി ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഒരു പ്രാവശ്യം IVF ട്രീറ്റ്മെൻറ്റ് ചെയ്തു, പരാജയമായിരുന്നു. ഭർത്താവിന് കൗണ്ട് പ്രശ്നമുണ്ട്, മെഡിസിൻ കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്ന് ഒരു കുട്ടിയുണ്ടാവും? എന്താണ് പരിഹാരം ചെയ്യേണ്ടത്? 2 പേരുടെയും ബർത്ത് ഡീറ്റെയിൽസ് കൊടുക്കുന്നു. വിശദമായ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്തിര നക്ഷത്രവും അനിഴ നക്ഷത്രവും തങ്ങളിൽ ഉള്ള മധ്യമ രജുദോഷമാണ് ഈ ജാതകത്തിൽ ശ്രീജയ്ക്കും ഭർത്താവിനും കുട്ടികളുണ്ടാവാത്തത്. അനവധി കാര്യങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് ഭംഗം വരാം. അതിനൊക്കെ ഒരു കാരണത്തിൽ പെടുന്നതാണ് മധ്യമരജു ദോഷം. അതിപ്രധാനമാണ്. മധ്യമരജു ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് ട്രീറ്റ്മെൻറ്റും ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ ഈശ്വരാനുഗ്രഹത്താൽ സൽസന്താന ലബ്ധി ഉണ്ടാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ആധുനിക ട്രീറ്റ്മെൻറ്റുകൾ തന്നെ മുന്നോട്ട് കുറേ കഴിയുമ്പോൾ നമുക്ക് ചികിത്സകളും ഫലിക്കാതെ വരുന്നു. പിന്നീട് പ്രായം, ഏജ് ഓവറായി കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളും വരുന്നു. അതുകൊണ്ട് മധ്യമരജു ഉണ്ടോ എന്നുള്ളത് നോക്കി ഇരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതിനൊക്കെ കൂടിയാണ് ഈ നാൾപ്പൊരുത്തം നോക്കുന്നത്. എങ്കിലും ഇതിനകത്തെ ഒരു പ്രധാന തടസ്സം ജ്യോതിശാസ്ത്രപരമായി കാണുന്നത് മധ്യമരജു ദോഷമാണ്. വിരലുകളിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി അതിൽ ആദ്യമരജു, അന്ത്യമരജു, മധ്യമരജു എന്നിവ ഏവർക്കും മനസ്സിലാക്കുവാനുള്ള ഒരു എളുപ്പ വഴിയാണ് അശ്വതി നക്ഷത്രം, ഭരണി നക്ഷത്രം, കാർത്തിക നക്ഷത്രം, രോഹിണി നക്ഷത്രം, മകയിര നക്ഷത്രം, തിരുവാതിര നക്ഷത്രം. ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര മധ്യമ വിരളിലായി, ചോതി, വിശാഖം, അനിഴം നക്ഷത്രം. വീണ്ടും അവരോഹണക്രമത്തിൽ എണ്ണുമ്പോൾ മധ്യമ വിരലിൽ, അതായത് നടുവിരലിൽ 3 വിരൽ ചേർത്താൽ അതിൽ നടുവിരലിൽ ദമ്പതികളിൽ 2 പേരുടെയും നക്ഷത്രം ബന്ധപ്പെട്ടാൽ അതിനെ മധ്യമരജു എന്നും, ആദ്യ വിരലിലാണ് ദമ്പതികളുടെ നക്ഷത്രം വരുന്നെങ്കിൽ ആദ്യമരജു എന്നും, ഒടുവിലത്തെ വിരലിലാണ് ദമ്പതികളുടെ നക്ഷത്രം വരുന്നെങ്കിൽ അതിനെ അന്തിമരജു എന്നും പറയപ്പെടുന്നു. ജ്യോതിശാസ്ത്രപരമായി പുരാണ ആചാര്യന്മാർ, ഋഷീശ്വരന്മാർ പറഞ്ഞിരിക്കുന്ന മധ്യമരജു ഉണ്ടെങ്കിൽ മക്കളെ കൊണ്ട് ദോഷമെന്നും, മക്കളില്ലാത്ത ദോഷമെന്നും, മക്കളാൽ ദോഷമെന്നും, മക്കൾ വാഴാത്ത ദോഷമെന്നും, മക്കൾ ഉണ്ടാവാൻ തടസ്സമെന്നും, കാലതാമസമെന്നും പല രീതികളിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ ഗ്രഹനിലയിൽ സന്താനമുണ്ടായേ മതിയാകൂ എന്നുള്ള യോഗമുണ്ടെങ്കിൽ ഈ മക്കളുണ്ടാവാൻ കാലതാമസം വരുന്നു എന്നാണ് അർത്ഥം. അഥവാ സന്താനകാരകനായ വ്യാഴഗ്രഹത്തിനെ ബലത്തോടുകൂടി പൂർണ്ണഗ്രഹങ്ങൾ ഏതെങ്കിലും ദൃഷ്ടി ചെയ്യുകയാണെങ്കിൽ ദത്തുപുത്ര യോഗം അല്ലെ ദത്തുപുത്രീ യോഗം എന്ന ദത്തെടുക്കുക, അഡോപ്റ്റ് ചെയ്യുന്ന യോഗമായിട്ട് മാറും. അങ്ങനെ വളർത്താനുള്ള യോഗങ്ങളുണ്ട്. അതല്ലെങ്കിൽ കുറേ കാലം വിവാഹം കഴിഞ്ഞതിന് ശേഷം മക്കൾ ലാസ്റ്റ് ഉണ്ടാകും. 10-12 കൊല്ലം കഴിഞ്ഞ് കുട്ടികളുണ്ടാകുക. അപ്പോഴത്തേനും ചികിത്സകളും പ്രാർത്ഥനകളും നേർച്ചകളും ഒക്കെ കഴിഞ്ഞ് പോവുക. ചില നക്ഷത്രങ്ങൾ എണ്ണിക്കഴിഞ്ഞാൽ അവരോഹണക്രമത്തിൽ എണ്ണിയാൽ പെൺകുട്ടികൾ മാത്രം ഉണ്ടാകുക, ആൺകുട്ടികളില്ലാതെ വരിക. ചില ദമ്പതികളുടെ നക്ഷത്രങ്ങൾ കണക്കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൺകുട്ടികൾ മാത്രം ഉണ്ടാകുക, പെൺകുട്ടികൾ ഇല്ലാതെ വരിക. ചില നക്ഷത്രങ്ങൾ കൂട്ടി വന്നു കഴിഞ്ഞാൽ കുട്ടികൾ മനസ്സിൽ പ്രതീക്ഷിക്കുന്ന അപോലെ തന്നെ ആൺസന്താനം വേണം, ആൺസന്താനം തന്നെ ഉണ്ടാകുക. അതുപോലെ തന്നെ ചില വിശിഷ്ടപരമായ നക്ഷത്രങ്ങളും ഗ്രഹനിലകളും തങ്ങൾ യോജിച്ചാൽ ഇരട്ട കുട്ടികൾ ഉണ്ടാകുക. അതും പൗർണമി പോലെയുള്ള വിശിഷ്ട ദിവസങ്ങളിലുണ്ടാകുക. അതും യോഗകാരകന്മാരായ ഗ്രഹങ്ങൾ കൂട്ടമായി രാജയോഗം, ചക്രവർത്തി യോഗം, നിപുണയോഗം, പഞ്ചമഹായോഗം തുനിഞ്ഞിരിക്കുന്ന ഉച്ചബലത്തോടുകൂടി ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ
പകൽ പുരുഷജന്മവും രാത്രി സ്ത്രീജന്മവുമായിട്ട് ജനിക്കുക, രാജ്ഞീ യോഗം, രാജയോഗം മുതലായ മേഖലകളിലേക്ക് അത്തരം സന്താനങ്ങൾ എത്തിച്ചേരുന്നതാണ്. എന്തായിരുന്നാലും ഇവിടെ മധ്യമരജു ദോഷമാണ്. ഈ ദോഷങ്ങൾക്ക് പരിഹാരമായി പല എപ്പിസോഡുകളിൽ ചൊല്ലിയിരിക്കുന്ന പോലെ പുരുഷ സൂക്തം എന്ന കർമ്മം 8 ദിവസം ദമ്പതികളുടെ പേരും നക്ഷത്രവും ചേർത്ത് ചൊല്ലി പുരുഷ സൂക്ത യന്ത്രം ധരിക്കുകയും അതുപോലെ തന്നെ നല്ല വൈദ്യന്മാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ നിർദ്ദേശപ്രകാരമുള്ള ഔഷധങ്ങൾ സ്വീകരിക്കുക, അതിൽ സന്താന ഗോപാലം മുതലായിട്ടുള്ള മന്ത്രങ്ങൾ ചൊല്ലി സുകുമാരലേഹ്യം, കാന്തഭസ്മം, സുകുമാരഘൃതം, ഫലസർപ്പീസ് ഇത്യാദി ഔഷധങ്ങളൊക്കെ, ചീനപ്പാവ് ലേഹ്യം, ഇങ്ങനെ അനവധി ആയുർവേദ സംഹിതകളിൽ ഔഷധ പ്രയോഗങ്ങൾ പറയുന്നുണ്ട്. വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം ഔഷധം സ്വീകരിക്കുക. ഇപ്രകാരം പുരുഷസൂക്തം ചെയ്ത് ഔഷധ പ്രയോഗം നടത്തുക. ഒരു സന്താനം കണിശമായിട്ടും ഉണ്ടാവുന്നതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും സ്വായത്തമാക്കുക.